പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകാൻ ഏറ്റവും സാധ്യത കൽപ്പിക്കുന്ന പേരുകളിലൊന്നാണ് ഷാഫി പറമ്പിലിന്റേത്. എന്നാൽ ഇത്തവണ മത്സര രംഗത്തുണ്ടാകില്ലെന്ന സൂചനയാണ് ഷാഫി നൽകുന്നത്. MLA-മാർ മത്സരിക്കേണ്ട സാഹചര്യം നിലവിലില്ലെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. ഞാൻ ഇങ്ങനെ മത്സരിക്കാൻ നിൽക്കുന്നു എന്നുള്ള അടിസ്ഥാനത്തിലുള്ള വാർത്തകൾ ശരിയല്ല എന്ന് തന്നെ പറയേണ്ടതായിട്ട് വരും. ഞങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷനും ഇല്ല. പൊതുവെ സിറ്റിംഗ് MLA-മാർ മത്സരിക്കേണ്ട ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെയൊക്കെ ഇപ്പോഴുള്ള വിശ്വാസം. കാര്യം അല്ലാണ്ട് തന്നെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ജയസാധ്യതയുള്ള ഒട്ടേറെ പേരുകൾ കോൺഗ്രസിനകത്തുണ്ട്. ഇപ്പം പാലക്കാട് സീറ്റിലാണെങ്കിൽ പോലും ഉണ്ട്. ഇപ്പം ഈവൻ DCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ഘടകകക്ഷി മത്സരിച്ചതുകൊണ്ടാണ് കഴിഞ്ഞ തവണ UDF ദയനീയമായി പരാജയപ്പെട്ടത്. ഇത്തവണ കോൺഗ്രസ് തന്നെ മത്സരിക്കും. പാലക്കാട്ടുകാരനായ സ്ഥാനാർത്ഥി ഉണ്ടാകണമെന്നാണ് ആഗ്രഹമെന്നും ഷാഫി പറഞ്ഞു. അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. ഇതിപ്പോൾ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് ഒരു പ്രാദേശികവാദം പറയേണ്ട സ്പേസൊന്നുമല്ല. പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടിയെ പോലെ ഒരു പാർട്ടി, ഞങ്ങൾ രാഹുൽ ഗാന്ധി വരെ കേരളത്തിൽ മത്സരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. പക്ഷേ അതല്ലാത്തൊരു തീരുമാനം പാലക്കാടിന് കഴിഞ്ഞ തവണ എഫക്റ്റ് ഘടകകക്ഷിയും പോയി പുറത്തുനിന്നുള്ള ആളും കൂടി ആയപ്പോൾ എന്നാൽ സതീശൻ പാച്ചേനി മത്സരിച്ചപ്പോൾ നല്ല ടൈറ്റ് ഫൈറ്റ് കാഴ്ചവെക്കാനും കഴിഞ്ഞു. അപ്പം നല്ല കാൻഡിഡേറ്റ്സ് ജില്ലയിൽ തന്നെ ഉള്ളപ്പോൾ നമ്മൾ വേറെ ഓപ്ഷൻ കരുതേണ്ടതില്ലല്ലോ എന്നുള്ള, അല്ലാതെ ഒരു അടിമുടി പ്രാദേശികവാദമല്ല. 2009 പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ 1820 വോട്ടുകൾക്കാണ് MP രാജേഷിനോട് സതീശൻ പാച്ചേനി പരാജയപ്പെട്ടത്. എന്നാൽ 2014 ഘടകകക്ഷിയായിരുന്ന SJD മത്സരിച്ചപ്പോൾ സ്ഥാനാർത്ഥിയായ MP വീരേന്ദ്രകുമാർ തോറ്റത് 1 ലക്ഷത്തിലേറെ വോട്ടിനാണ്. അർജുൻ മട്ടന്നൂർ, 24, പാലക്കാട്.